ഇവിടെ നടന്ന പുകലുമല്ലോ നീ അറിഞ്ഞോ? അത് പറയാനല്ലേ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്, പറ. എടാ നമ്മുടെ ആ 113 ഫാമിലി ഇല്ലേ, ആ പെണ്ണ് തൂങ്ങി മരിച്ച്. എന്തിന്? ആർക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും. ഞാനത് പറയാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ. ഗൗരിയോടെ എണീറ്റില്ലേ? ഗൗരിയേ വിളിക്കണ്ട. എന്താടാ ഇത് അവളോട് പറയണ്ട. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? അത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ. ഓ, നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ, നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ. ശരി, നീ പെട്ടെന്ന് റെഡിയാവ്. ഇന്ന് പുതിയ ട്രെയിനേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസാ. ലേറ്റ് ആക്കല്ലേ? അമ്മ വല്ലതും ഉണ്ടാക്കിയ മോളെ? ഈ വീട്ടിൽ പുട്ടിയും നമുക്കൊരു മോചനമില്ലേ മോളെ? എങ്ങോട്ട് തിരിഞ്ഞാലും പുട്ട്. അമ്മയ്ക്കതല്ലേ അറിയുള്ളൂ. കുടുംബ കോടതി നിന്റെ അമ്മയ്ക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? അത് വേണോ? സ്വന്തം മുട്ടി തന്നെ പാറ്റിടണോ? വേണ്ടല്ലേ? വേണ്ട. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വന്നല്ലോ. അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. ആ മോളെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മ, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചു. വിനോദേട്ടൻ അടുക്കളയിലാന്ന് തോന്നുന്നു, ചായ ഉണ്ടാക്കിയായിരിക്കും. ആ ആ ലച്ചു, മേളൊരു മരണം നടന്നപ്പോഴാണ് നിന്റെ പാട്ടും കൂത്തുമൊക്കെ. അതൊന്ന് നിർത്തിക്ക. ഞാൻ ആർട്സ് ഡേക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുവല്ലേ. ലച്ചു, നിർത്തി. ആ നീ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. പിന്നെ ഈ പാത്രം ഒന്നും കഴുകാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് കഴിക്കോളാം. ശരി. ബാ, അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, ഇല്ലേ ഞാനിവിടെ ലീവ് എടുത്തിരുന്നേനെ. അപ്പം ഇറങ്ങട്ടെടി. ഹലോ. അയ്യോ സോറി. പിന്നെ മരുന്ന് കഴിയും. ഓക്കെ, ബൈ. സാറേ നമസ്കാരം. ജോജി ഇവിടെയാണോ താമസിക്കുന്നത്? അതെ, ഞാനിവിടെ 1001. മരിച്ച കുട്ടിയുടെ ഫാമിലിയെ പരിചയമുണ്ടോ? അവരങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല സാറേ. വല്ലപ്പോഴും താഴെ വെച്ചെന്ന് കണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ. അല്ല, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്തു തരാം. അല്ലേടാ? ഞാൻ വിളിച്ചോളാം. ശരി. വല്ല കാര്യമുണ്ടോ ഈ വഴിയെ പോകുന്ന എണിയൊക്കെ കയറി പിടിക്കാൻ? ഒന്ന് പോടാ. സാർ, നമ്മുടെ ബാഗ്സ് ആൻഡ് യൂണിഫോം കിറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു. പുതിയ ലിസ്റ്റ് എടുക്കാൻ ജോലി സാർ പറഞ്ഞു. എടുത്തോ. സാർ, ദിരൂപ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ദിരൂപ്? നമ്മുടെ സ്റ്റാഫാ. സാറിനെ കാണണമെന്നോ പറഞ്ഞു. എന്നാ വിളിച്ചോ. ദിരൂപ് സാർ ചെല്ലാൻ പറഞ്ഞു. സാർ. നീയോ? എന്താ പുതിയ പ്രശ്നം? അത് പിന്നെ വിനോദ് സാറേ, സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്? അതാ ഞാൻ വന്നത്. എന്ത്? സാറിനെയും ചേച്ചിനെ 2-3 തവണ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതാ ഞാൻ വന്നത്. ഇത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടതാ.
ഹലോ സാറേ. അതിരൂപേ, ഞാൻ വിളിച്ചതേ ഗ്രൂപ്പിൽ നിന്ന് ആ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? സാറേ അത് അഡ്മിനാണ് അപ്ലോഡ് ചെയ്തില്ല, ആൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ, എനിക്ക് ആ ഗ്രൂപ്പിലൊന്ന് കയറാൻ പറ്റുമോ? സാർ അതിനൊരു ലിങ്ക് ഉണ്ട്, വാട്സപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യാൻ. എനിക്കൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ, ഞാൻ അങ്ങനെ കയറിയത്. ആണോ? എന്നാ ഒന്ന് പെട്ടെന്ന് തന്നെ രൂപം ഒന്ന് അയക്കോ? ആ അത് ഞാൻ സാറിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് തരാം. ആ ശരി. വിനോദേട്ടാ, വിനോദേട്ടാ, ആ ഇവിടെ വന്നിക്കായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു, എന്താ ഫോൺ എടുക്കാതിരുന്നേ? അല്ല, എടുക്കാത്തപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു. ഇന്നാണേ തിരക്കോ തിരക്ക്, അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല. ഗൗരി എന്ന രതികുമാരി. അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരി കോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ, അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഉമ്മവെക്കുന്നത് ആ നിമിഷം ഞാൻ സ്വപ്നം കണ്ടു. അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി. തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു. കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നതിനിടക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാനൊന്ന് സ്പർശിച്ചു. എൻ്റെ കണ്ണിലെ കൊതി കണ്ടെന്ന വണ്ണം സ്വർണ്ണക്കുലിസിട്ട് അവളുടെ വെണ്ണക്കൽ പാദങ്ങൾ എനിക്ക് നേരെ നീട്ടി അവൾ ഒരു ദൃശ്യവിരുന്നൊരുക്കി. പേരിനൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അവളുടെ സൗന്ദര്യം ഇത്രമേൽ ആസ്വദിച്ചത് ഞാൻ മാത്രമായിരിക്കും. അവളുടെ ജീവിതത്തിലെ മുഖങ്ങൾ ഉണർത്താൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. അതെ, ഞാൻ വന്നു. എന്താ ഇതെന്താ ഒന്നും മിണ്ടാതെ? അല്ല, ഒരു തലവേദന പോലെ. ആ പറയണ്ടേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. അമ്മേ. ആ നേരത്തെ തുടങ്ങിയോ? നീ എന്താ ഫോൺ എടുക്കാത്ത? അതെ, തോന്നുമ്പം വരാനും പോവാനും ഓഫീസിൽ നിന്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാറെന്താണ് ഒന്നും മിണ്ടാത്ത? വയല് പിരി കിട്ടിയോ? എന്താടാ? ഇത് ഫേക്ക് ഐ ഡി, ഫേക്ക് ഫോട്ടോ, എല്ലാം ഫേക്കാ. അമ്മാരെൻ്റെ കൈ കിട്ടിയ നീ ടെൻഷൻ അടിക്കല്ലേ. സൈബറിലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ വേണ്ടെന്ന് വിളിക്കാം. പിന്നെ നമുക്ക് പൊക്കാടാ, പിന്നെ പൊക്കാം. അതെ, ഫ്രണ്ടിൻ്റെ വൈഫാ. അത് സാരമില്ല.
പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. ഡാ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ എടുത്തു തരും. അവളറിഞ്ഞോ? ഇല്ല. അറിയിക്കണ്ട, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. ആ ജാൻസി പറ. എന്റെ ജാൻസി എപ്പോ നോക്കിയാലും ഈ ക്ലിയറൻസിന്റെ കാര്യം പറ്റൂലും കിട്ടേച്ച് പോണ ഈ പണി. ഇതെന്താ വിനോദേട്ടാ, എപ്പോ നോക്കിയാലും ഇങ്ങനെ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നേ? സഹിക്കുന്നില്ല. ഗൗരി, ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? നിന്റെ ഈ ആക്ഷയിൽ പോയിട്ട് വെറുതെ പോയിട്ട് കസേരയിൽ ഇരിക്കുന്ന പോലെയല്ല. ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാവാനോ? അതെന്ത് വർത്താനാ വിനോദേട്ടാ? വിനോദേട്ടൻ പറഞ്ഞിട്ടല്ല ഞാൻ അക്ഷയ് പോവാൻ വേണ്ടി തുടങ്ങിയത്. എന്റെ ഗൗരി, എന്നെ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ലേ? അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത്. വട്ടമ്പലത്ത് അനീഷ്, അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത്. ലോക്കൽ ടീം തന്നെയാണ്. നമ്മുടെ കലൂര് SRM റോഡിലെവിടെയാണ് അവൻ്റെ വീട്. ഇതൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി. ഇപ്പം എന്തോ തക്കിടതരികളുടെ പരിപാടികളൊക്കെയാണ്. നീ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. നിന്റെ പണി നടക്കട്ടെ കേട്ടോ.